ഹലോ ഗൈസ്, നമുക്കിന്ന് ക്ലേയുടെ സിലബസ് ഒന്ന് ജസ്റ്റ് നോക്കി പോവാം. എനിക്കറിയാം ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ടാകും. എന്നാൽ പോലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പം അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ക്ലേക്ക് മെയിനായിട്ട് വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡാണ്. അതിൽ നിന്നൊരു 42 ക്വസ്റ്റ്യൻ ഉണ്ടാകും. പിന്നെ ജനറൽ ഇംഗ്ലീഷാണ്, അതിൽ നിന്നൊരു 36 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പിന്നെ മാത്സ്, അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അതിൽ നിന്നൊരു 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ GK ജനറൽ നോളജ്, അതിൽ നിന്ന് ഒരു 27 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇതാണ് ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും സബ്ജക്റ്റ്. അപ്പം മൊത്തം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 120 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ്. പിന്നെ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കണം. ഒരു മാർക്കാണ് നെഗറ്റീവ് മാർക്കായിട്ട്. ഇപ്പം നമ്മൾ ശരിയായിട്ടുള്ള ആൻസറിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും തെറ്റിക്കണമെങ്കിൽ ഒരു മാർക്ക് മൈനസ് ആയിട്ട് പോകും. അതാണ് നെഗറ്റീവ് മാർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, സബ്ജക്ട്സും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ. നമുക്കിനി സബ്ജക്ട്സ് വൈസ് ഒന്ന് ഡീപ്പായിട്ട് നോക്കണമെങ്കിൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിലൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്നായിരിക്കും മോസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ടാവാനായിട്ട് ചാൻസ്. പിന്നെ അത് മാത്രമല്ല BNS നമുക്ക് IPC ഇല്ല, BNS എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാം പുതിയ നിയമത്തിൽ നിന്ന്. അപ്പോൾ BNSS ഉണ്ട്. പിന്നെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്, പിന്നെ ഇൻ്റർനാഷണൽ ലോ, ജൂറിസ്പ്രുഡൻസ്, അതർ ഇമ്പോർട്ടൻ്റ് ലോസ്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ജഡ്ജ്മെൻറ്റ്സ്, പിന്നെ ലീഗൽ മാക്സിംസ്, ലീഗൽ GK, ഇതൊക്കെയാണ് നമ്മുടെ ലീഗൽ ഏരിയയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ ലീഗൽ ഏരിയയിൽ തന്നെ കുറച്ചും ഭയങ്കര ഫോക്കസ് ചെയ്യേണ്ടത് ഇത്രയൊക്കെ സബ്ജക്റ്റ് ഉണ്ടെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഫസ്റ്റ് എല്ലാവരും സെറ്റാക്കുക. അതിനുശേഷം നമുക്ക് ക്രൈമിലേക്ക് നോക്കാം. ക്രൈം കഴിഞ്ഞിട്ട് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് നോക്കാം. പിന്നെ ജൂറിസ്പ്രുഡൻസ്, അതിൽ നിന്നൊക്കെ നമ്മുടെ സ്കൂൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാം. പിന്നെന്താ ഇൻ്റർനാഷണൽ ലോ ഒന്നും എന്തെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് വന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ, ക്രൈം, പിന്നെന്താ BNS, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് 1-2 ക്വസ്റ്റ്യൻസ് വന്ന് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് BNS, കോൺട്രാക്റ്റ് ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ലീഗൽ GK എന്ന് വരും. പിന്നെ മാക്സിംസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. ഇതൊക്കെയാണ് നമ്മൾ ലീഗൽ ഏരിയ എന്ന് നോക്കേണ്ടത്. പിന്നെ ഇനി ഇംഗ്ലീഷിലേക്ക് വരണയാണെങ്കിൽ ഇംഗ്ലീഷിൽ മൊത്തം നമ്മൾ ഈ 10th വരെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് മെയിനായിട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ നമുക്കൊരു സാധനം കിട്ടും. അതല്ലാണ്ടും ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ വൊക്കാബുലറി, ഫ്രേസസ്, ഇഡിയംസ്, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇഡിയംസ്, വേർഡ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ദിവസം കുറച്ച് ഇങ്ങനെ പഠിച്ച് പോകാം. എല്ലാനും പെട്ടെന്ന് ഒരുമിച്ച് പഠിക്കാൻ നിന്നാൽ അത് കഴിയില്ല. അപ്പോൾ ഓരോ ദിവസം ഇത്ര എണ്ണം വെച്ച് ഇംഗ്ലീഷ് പഠിക്കാം. ഈ ഇഡിയംസും ഫ്രേസസും വേർഡ്സ്, മീനിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഓരോ ദിവസം എന്ന കണക്കിന് അങ്ങോട്ട് പഠിച്ചു പോകാം. പിന്നെ അതിന് ഇംഗ്ലീഷിൽ പിന്നെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ റീഡിങ് കോംപ്രഹെൻഷൻ ഉണ്ടാകും, സിനോണിംസും ആൻറ്റോണിംസും ഇതുപോലെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പഠിച്ചാൽ നടക്കില്ല. അപ്പോൾ നമ്മൾ ഓരോ ദിവസം കുറച്ച് പഠിച്ചു പോവാം. പിന്നെ പ്രിപ്പോസിഷൻസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പിന്നെന്താ ഇഡിയംസ്, ഫ്രേസസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻകറക്റ്റ് സ്പെല്ലിങ്, പിന്നെന്താണ് സ്പോട്ടിംഗ് ദ ഇറർ, ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ജംബിൾഡ് സെൻറ്റൻസസ്, ഇതൊക്കെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ മെയിനായിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഇതെല്ലാം ജസ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം യൂട്യൂബിൽ തന്നെ കുറേ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളുടെ
ഞങ്ങളുടെ റിട്ടിൻ്റെയിലാണെങ്കിലും കിടക്കുന്നുണ്ട്. അതല്ലാണ്ടുള്ള കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ അവരും കുറച്ച് ക്ലാസ്സസ് യൂട്യൂബിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ. അതല്ലാണ്ട് ഇംഗ്ലീഷും ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന വേറെയും ചാനലുകളുണ്ട്. അപ്പം അങ്ങനെ നോക്കി പഠിക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എല്ലാം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പം ഇംഗ്ലീഷ് സെറ്റാകും. പിന്നെ മെയിനായിട്ടൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ മാത്സ് ആണ് കേട്ടോ. എല്ലാവർക്കും പാടായിട്ടുള്ളതും മിക്കവരും വിട്ട് കളയാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു ഏരിയയാണ് മാത്സ് എന്നുള്ളത്. ഞാനും അക്കൂട്ടത്തിലാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ എഴുതിയപ്പോഴും മാത്സ് എനിക്ക് അധികം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അധികം എന്നല്ല, മിക്കതും ഞാനാകെ മാത്സിനോ എൻ്റെ ഓർമ്മയിൽ ഞാൻ കഴിഞ്ഞ തവണ എഴുതിയതിൽ മറ്റേ മെൻ്റൽ എബിലിറ്റിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്തു. ബാക്കി എനിക്ക് തൊടാൻ പേടിയായിരുന്നു. കാരണം എന്താ, എനിക്കറിയത്തില്ല. ഞാൻ മാത്സിൽ പണ്ടേ വീക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തവണ വിചാരിക്കണത് മാത്സ് അങ്ങനെ വിടരുത്. നമുക്ക് ചെയ്യാൻ പറ്റണതൊക്കെ മാക്സിമം ചെയ്യണം. കാരണം മാത്സ് ആണ് നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ഇതൊരു ട്രിക്കാണ്. സംഭവം എന്ന് വെച്ചാൽ മാത്സ് മിക്ക പിള്ളേർ വിടും. കാരണം മിക്കവർക്കും പാടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇപ്പം മാത്സ് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ലീഗൽ ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ എല്ലാവരും ചെയ്യുന്ന, എല്ലാവരും പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ പുതിയതായിട്ട് അതിൽ നിന്ന് കുറച്ചും കൂടി സംഭവം ഇടാൻ പറ്റിയത് മാത്സ് ആണ്. അപ്പം മാത്സ് സ്കോർ ചെയ്യാനാണെങ്കിൽ നല്ലൊരു റാങ്ക് കയറും. അത് റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മാത്സ് വിടരുത്. മാത്സ് നമുക്ക് അറിയില്ലെങ്കിൽ ചെയ്ത് തന്നെ പഠിക്കാം. എനിക്കും അറിയത്തില്ല, ഞാനും ചെയ്ത് പഠിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് പിന്നെ പറയാനുള്ളത് മാത്സിൽ എന്തൊക്കെയാണ് വരുമെന്നുള്ളതാണ്. മാത്സ് മെയിനായിട്ട് ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് ഉണ്ടാവും. ആവറേജ്, പേഴ്സൻറ്റേജ്, കലണ്ടർ, ക്ലോക്ക്, ബ്ലഡ് റിലേഷൻസ്, ഡയറക്ഷൻസ്, റാങ്കിങ്, കമ്പാരിസൺ, ലീനിയർ ഇക്വേഷൻസ്, പിന്നെന്താ സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം, സ്ക്വയർ റൂട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഗൈഡ് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ കറക്റ്റായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇന്നലെ, റിട്ടിൻ്റെ ഗൈഡ് നല്ലതാണ്. ഈ ഗൈഡിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കവർ ചെയ്യാം. അത്യാവശ്യം എന്നല്ല, എല്ലാ കാര്യങ്ങളും ബെസ്റ്റ്. ഞാൻ ഇതൊക്കെയാണ് പഠിക്കുന്നത്, ബെസ്റ്റ് ഗൈഡാണ്. അപ്പോൾ ഇത് നല്ലതാണ്. അതല്ലാണ്ടും വേറെയും ഗൈഡുകൾ അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ വാങ്ങാം. അതല്ലാണ്ട് യൂട്യൂബിൽ കുറേ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ് മാത്സ് പഠിക്കാനായിട്ട്. പിന്നെ മാത്സിൻ്റെ ഒരു എന്തൊക്കെയാണെന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഏരിയ, ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഞാൻ ഇവിടെ ചേർക്കാം. എല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്തി ആയിപ്പോവും. സോ ചേർക്കാം കറക്റ്റായിട്ട്. എല്ലാത്തിൻ്റെയും ഏരിയാസ് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെന്താ, പിന്നെ ജി കെ എന്ന് പറയുന്നത് ഇങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ കിടക്കണതാണ്. കുറേ ഉണ്ടല്ലേ, കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നല്ല കറണ്ട് അഫെയർസ് ഒക്കെ നോക്കി പോവാം കേട്ടോ. ഈ ഒരു 1 ഇയറിലുള്ള കറണ്ട് അഫെയർസ് എല്ലാനും നോക്കാം, മെയിനായിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ജി കെയിലേക്ക് വരുമ്പോൾ നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ്, പിന്നെന്താണ്, ഞാൻ ഇത് ജി കെയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇവിടെ ചേർക്കാം. അതായിരിക്കും നല്ലത്. ഇനി ഇങ്ങനെ പറഞ്ഞു പോയാലും ഭയങ്കരമായിട്ട് വീഡിയോ ലെങ്തിയാവും. സോ ഇവിടെ ചേർക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു എക്സാം പാറ്റേൺ, മെയിനായിട്ടുള്ള ഏരിയാസ് എന്നുള്ളത്. ഇപ്പോൾ ഒന്നും അറിയാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകും. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒട്ടും വൈകിട്ടില്ല. എന്ന് പറഞ്ഞാൽ കുറേ സമയം ഇനിയും ബാക്കിയുണ്ടെന്നല്ല, നമുക്ക് ഇപ്പോൾ തുടങ്ങാം. ഇപ്പോൾ ഒരുമിച്ച് തുടങ്ങാം. നമുക്ക് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിൽ എന്തായാലും കയറാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും. പഠിച്ചു തുടങ്ങാത്ത എല്ലാവരും ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. നമുക്ക് തുടങ്ങാനായിട്ടൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചോളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആക്കൂ. അതിനുശേഷം ക്രൈം, പിന്നെന്താ കോൺട്രാക്റ്റിലേക്കൊക്കെ വന്നാൽ മതി. അപ്പോൾ ആ ഒരു ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു ഇത്രയെങ്കിലും
കുറച്ച് ഐ മീൻ മിനിമം ലീഗലിൽ മിനിമം കോൺസ്റ്റിറ്റ്യൂഷനും ക്രൈമും കോൺട്രാക്റ്റും പഠിച്ചതിന് ശേഷം നമുക്ക് ഇംഗ്ലീഷ്, അതിന് ശേഷം എന്നല്ല കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ മാത്സ് ചെയ്ത് പഠിക്കട്ടെ, മാത്സ് ഞാൻ മെയിനായിട്ട് പറയുന്നത് ചെയ്ത് പഠിക്കാം. പിന്നെന്താ ജിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി പോകാം, കറണ്ട് അഫെയർസ് അങ്ങനെ. അപ്പോൾ ഒട്ടും തുടങ്ങാത്ത ആൾക്കാർ എവിടെ നിന്ന് തുടങ്ങണമെന്ന് കൺഫ്യൂഷനുള്ള ആൾക്കാർ സ്റ്റാർട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, എനിക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മൾ ആരും പേടിക്കൊന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ ബൈ, ശരി.